ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കാര്യം അക്സെഞ്ചർ റിസൾട്ട് അക്സെഞ്ചറിൻ്റെ ടാർഗറ്റ് പ്രൈസ് അവിടുത്തെ ഒരു ബ്രോക്കിംഗ് ഏജൻസി കട്ട് ഡൗൺ ചെയ്തു ബിക്കോസ് ഓഫ് എയുടെ ഇംപ്ലിമെൻറ്റേഷൻ കാരണം. ഐ ടി സെക്ടേഴ്സിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസ് കുറച്ചൊന്ന് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്സ് ആയിട്ടുള്ള ഇൻഫോസിസ് എല്ലാത്തിൻ്റെ ഐഡിയാസ് അവിടെ ഉണ്ട്, അമേരിക്കയിലുണ്ട്. അപ്പോൾ ഇൻഫോസിസിൻ്റെ, വിപ്രോയുടെ എല്ലാ ഐഡിയാസും നെഗറ്റീവ് ഒരു 3%, 4% ഒക്കെ ഡൗൺ ആയി. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനകത്ത് ഐ ടി സെക്ടർ ബൂം ഇന്നലെ അത്യാവശ്യം നല്ല സിറ്റുവേഷനിലായിരുന്നു. ഐ ടി സെക്ടർ ഇന്നലെ ബെറ്റർ ആയിരുന്നു, ബാങ്കിങ് സെക്ടർ ബെറ്റർ ആയിരുന്നു. ഇത് കാരണം നിഫ്റ്റി ഇന്നലത്തെ ബോട്ടത്തിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ബൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു വീക്ക്നെസ് കാരണം ചിലപ്പോൾ അതൊന്ന് തിരിച്ച് വീണ്ടും ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. യുദ്ധം അതിൻ്റെ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് ഇതുവരെ കൺഫേം ആയിട്ട് തീർന്നിട്ടില്ല. അത് നടക്കുന്നവരെ അങ്ങനെ തന്നെ പോട്ടെ, മാർക്കറ്റിൻ്റേതായൊരു ലെവലിൽ പോട്ടെ. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ക്യാൻഡിലിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സെല്ലിങ്ങും, പിന്നീട് അതായത് സപ്പോർട്ടിന് താഴെ ഓപ്പൺ ചെയ്ത് താഴേക്ക് തന്നെ പോവുകയും തിരിച്ച് അതേ ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ, ഒരു 10 മിനിറ്റിനകത്ത് തന്നെ മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവം കണ്ടു. അതായത് മാർക്കറ്റ് കാണിച്ച ഒരു ക്യാൻഡലിൻ്റെ ഓപ്പോസിറ്റിൽ അടുത്ത 3 മിനിറ്റിനകത്ത് റിട്ടേൺ പോയി. അപ്പോൾ അവിടെ ഒരു ട്രാപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ട്രാപ്പിങ്ങിന് ശേഷം പതുക്കെ മാർക്കറ്റ് തിരിച്ച് കയറി വന്നു. ലാസ്റ്റിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തെ ക്യാൻഡലിൽ എനിക്ക് SLE ഹിറ്റ് ചെയ്തുവെങ്കിൽ അടുത്തൊരു ട്രേഡിൽ അതിനെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവന്നു. തിരിച്ച് വീണ്ടും മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് എടുത്തപ്പോൾ നെഗറ്റീവ് ട്രേഡിലേക്ക് പോവുകയും തിരിച്ച് വീണ്ടും മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നപ്പോൾ വീണ്ടും ആ ട്രേഡ് ഒരു SLE ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും മാർക്കറ്റിനെ സൈഡിലേക്ക് പോയി. വീണ്ടും മാർക്കറ്റിലെ ഒരു ട്രേഡ് പറയുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആകുന്നുണ്ടല്ലേ, അതിനെ തിരിച്ച് കവറപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ലാസ്റ്റിൽ നോക്കുമ്പോഴേക്കും ഈ ഒരു സമയത്ത് നിന്ന് ഒരു 10:30 മണിക്ക് എടുത്ത പ്രോഫിറ്റ് എന്താണോ അത് തന്നെയാണ് ലാസ്റ്റിൽ വീണ്ടും ഈ 3 മണിക്ക് നോക്കുമ്പോഴും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് അതിഭീകരമായിട്ടുള്ളൊരു കയറ്റം കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഇവിടെ ഈ ഒരു പാറ്റേൺ എല്ലാം മാർക്കറ്റ് നെഗറ്റീവ് ആകുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷേ പെട്ടെന്നൊരു ബൈയിങ് മൊമെൻറ്റം, ഇവിടുത്തെ സെല്ലിംഗ് വോളിയം ഒക്കെ കറക്റ്റായിരുന്നു. എന്നാൽ മാർക്കറ്റ് പെട്ടെന്നൊരു ട്രേഡ് റിവേഴ്സൽ കണ്ടു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ല, 23,500 റേഞ്ചിന് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുക. സോ ഞാൻ ഈ ഒരു ഏരിയയിലാണ് വെയിറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതും ബ്രേക്ക് ചെയ്യുന്ന കണ്ടപ്പോഴാണ് പിന്നെ അവിടെ ഒരു ട്രേഡ് ട്രിഗർ ചെയ്തത്. പിന്നെ മാർക്കറ്റ് താഴോട്ട് പോയി. മൊത്തത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ബിഗിനറിന് ഏറ്റവും നന്നായിട്ട് ട്രാപ്പ് ആവാൻ പറ്റുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. അത് വളരെ, കാരണം എക്സ്പയറി ഡേയിൽ നമ്മുടെ SL ഭയങ്കര വൈഡായിരിക്കും. ആ ഓരോ വൈഡ് SLനും ഹിറ്റ് ചെയ്യുമ്പോൾ അതിന് വലിയ മൂവ്മെൻറ്റ് നമ്മൾ തിരിച്ച് വീണ്ടും കവറപ്പ് ചെയ്യേണ്ടി വരും. വളരെ ടഫായിട്ടുള്ളൊരു ദിവസമായിരുന്നു. സോ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഓരോ ട്രേഡും എത്രത്തോളം ഫൈറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ട്രേഡിലെ ട്രാപ്പായി പോകും ക്യാപിറ്റൽ. നല്ലൊരു ഒരു അനുഭവമായിരുന്നു. ഇന്നലെ ഒരുപാട് കാലത്തിന് ശേഷം മാർക്കറ്റിൽ ഒരു ട്രേഡറിനെ ട്രാപ്പ് ചെയ്യുന്ന ഒരു എക്സ്പയറി എന്ന് പറയുന്നത് ഇന്നലത്തെ എക്സ്പയറി ആയിരുന്നു. ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു അതിനെ തിരിച്ച് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ബിക്കോസ് നമുക്ക് വെറുതെ വന്ന ഒരു വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര എളുപ്പമായിരിക്കും. അതിലൊന്നും നിങ്ങൾ ജീവിതത്തിൽ പഠിക്കുന്നില്ല. അത് എങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു എക്സ്പയറി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രമല്ല. എക്സ്പയറി ആകുമ്പോൾ ഒരു ട്രേഡിന് ഒരു 10% റിസ്ക് സാധാരണ ഉള്ളതെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേയിൽ 30 to 50% റിസ്ക് എന്ന് പറയുന്നത്. സോ ആ ഒരു റിസ്കിൻ്റെ മേളിൽ പോകുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസും അനാലിസിസും തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. അതാണ് അവിടെ തോന്നിയത്.
അത്രത്തോളം ഫൈറ്റ് ചെയ്തത് കാരണം ഇന്നൊരു ദിവസം ഓഫ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത്. ഇതെല്ലാം ഞാൻ എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിയൽ ട്രേഡറിൻ്റെ സൈക്കോളജി എന്താണെന്നുള്ളത് പറഞ്ഞു തരണമെന്ന് തോന്നി. അല്ലാണ്ട് നമ്മൾ സ്ഥിരം കാണുന്നത് പോലെ ഇന്ന് പ്രോഫിറ്റ് ഇന്നലെ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇടുന്നതിലല്ല. റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളും അല്ല, ഒട്ടും ഈസിയും അല്ല, ഒട്ടും ഭയങ്കര ടഫും അല്ല. വല്ലപ്പോഴും ഇതുപോലത്തെ ടഫ് മാർക്കറ്റ്സ് വരും. അതിനെ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കയ്യിൽ കിട്ടുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുക. ഇന്നലെ ഹെക്ടിക് ആയിട്ടുള്ളൊരു ദിവസമാണെങ്കിലും ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു ദിവസമായിരുന്നു. നമ്മുടെ ക്വാളിറ്റിയെ നമ്മൾ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയും ആ ക്വാളിറ്റി നമ്മൾ നിലനിർത്തുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് റിയൽ കോൺഫിഡൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു, പക്ഷേ ഇതാരും പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല. ഇവിടെ 30-40 പേരായിരിക്കും ഈ ഒരു വീഡിയോ കാണുക, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കിട്ടണമെന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത, ഒരു സെക്കൻഡ്, ഓക്കെ, നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ സാധ്യത 23,470 റേഞ്ചിലാണ്. അത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്. ഇത് നോക്കട്ടെ, ഇതിൻ്റെ ആവറേജ് വാല്യൂ 23,480 ആണ്. സോ ലിറ്ററലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഏതാണ്ട് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, ഇന്നലെ അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഇന്നലെ പറഞ്ഞ അതേ സംഭവമല്ലേ ഇന്നലെ ഞാൻ റിയൽ മാർക്കറ്റിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചത്. പക്ഷേ എക്സ്പയറി ഡേ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 100-ൽ നിന്ന് 500-ലേക്കും 200-ലേക്കും തിരിച്ച് 100-ൽ നിന്ന് 20-ലേക്കും പോകുന്ന ദിവസമാണ്. സോ അത് മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ട്രേഡ് എന്നുള്ളതല്ല അവിടുത്തെ റിയൽ സിറ്റുവേഷൻ, ഓപ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ടഫായിട്ടുള്ള സംഭവം. അപ്പോൾ അവിടെ പോകുമ്പോൾ പോലും നമുക്ക് അവിടെ റിയലി SL കീപ്പ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ജമ്പ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ടാണ് അതൊരു ടൈറ്റ് സിറ്റുവേഷൻ ആയി എന്നുള്ളത് പറയുക. റിയലി അത് അങ്ങനെ തന്നെ പറഞ്ഞു പോകണം. ബിക്കോസ് ആ ടൈറ്റ് സിറ്റുവേഷനെ മാനേജ് ചെയ്താലേ നമുക്ക് അടുത്ത ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു സർവൈവലിൻ്റെ ഡേ ആയിട്ട് ഫീൽ ചെയ്തു. നമ്മുടെ ബാച്ച് 13-ഉള്ളവർക്ക് ഞാൻ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തു ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ അത് ഒരു കോഴ്സിനുള്ളിലുള്ള ആൾക്കാർ മാത്രം അറിയേണ്ട കാര്യങ്ങളല്ല. എല്ലാ ദിവസവും കാമായിട്ടുള്ള ഒരു ഡേ ആയിരിക്കത്തില്ല. ഒരു ഷിപ്പിൽ പോകുമ്പോൾ 20 ദിവസം കാമായിട്ടുള്ള ദിവസമാണെങ്കിൽ ഒരു ദിവസം സ്റ്റോം ആയിരിക്കും. ആ സ്റ്റോം എന്ന് പറയുന്നത് നമ്മളെ വല്ലാണ്ട് പിടിച്ച് നമ്മുടെ വിൽ പവറിനെ ചോദ്യം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അവിടെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 20 ദിവസം കാമായിട്ടുള്ള ഒരു ദിവസമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്യാനുള്ളത്. സോ ആ ഒരു സൈക്കോളജി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ആ സൈക്കോളജിയാണ് ട്രേഡിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്നത് 23,440, 460, 470 റേഞ്ചിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുക 450-ക്ക് മേളിലായിട്ടുള്ള ഒരു നമ്പർ. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഒരു സ്വിങ് ഏരിയ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 550 to 440 എന്നുള്ളൊരു ഏരിയ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ 440-ക്കും 550-ക്കും ഇടയിൽ മാർക്കറ്റിൽ നിന്നിട്ട് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു, താഴേക്കാണ് പോകുന്നതെങ്കിൽ 350, 240 നമുക്ക്, അതായത് ഈ ഒരു ലോ എവിടെയാണോ എവിടെയാണോ മാർക്കറ്റ് താഴേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ക്യാൻഡിൽ നിന്ന് താഴേക്ക് പോകാൻ ശ്രമിച്ചാണ്, എന്നാൽ അതുപോലെ തിരിച്ച് ബൗൺസ് ചെയ്തു. അപ്പോൾ തിരിച്ചെങ്ങാനും വന്നു കഴിഞ്ഞാൽ 350-യിലാണ് ഇത് ഈ ഒരു ഏരിയ നിൽക്കുന്നത്. ഈ കാണുന്നുണ്ട് ഈ റെസിസ്റ്റൻസ് എടുത്തത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയപ്പോഴാണ് ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോയത്. സോ 350 അടുത്ത സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. 440, 350, 240 എന്നുള്ള 3 ലെവൽസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലെവൽസാണ് നിങ്ങൾക്ക് അടുത്ത ടാർജറ്റ് റേഞ്ച് ആയിട്ട് 3 അവിടെ കീപ്പ് ചെയ്യുക. അതിനെ താഴേക്ക് പൊക്കഴിഞ്ഞാൽ പിന്നെ 23,100, 22,960 ഉള്ളൂ. അത് ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ മേളിലേക്ക് പോയാലോ, മേളിലേക്ക് പോകാൻ വലിയ കാര്യമായിട്ടുള്ള റീസണൊന്നുമില്ല. ഇന്ന് മേളിലേക്ക് പോകാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത് 550, 600, 660, 720 വരെയാണ് മാക്സിമം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ. അതിനുശേഷം പോവുകയാണെങ്കിൽ നമ്മളറിയാത്ത എന്തോ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ്. ഈ IT സെക്ടർ കുറച്ച് വീക്കാവാനുള്ള സാധ്യതയുണ്ട്. ബാങ്കിങ് സെക്ടർ കുറച്ച് മാർക്കറ്റിനെ പിടിച്ചു നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. റിലയൻസ് ഫ്ലാറ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഫ്ലാറ്റല്ല, നെഗറ്റീവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1314 ഓക്കെ സിറ്റുവേഷനാണ് നിൽക്കുന്നത്. മാർക്കറ്റിൽ എനിക്കൊരു സൈഡ് വേസ് മാർക്കറ്റാണ് ഫീൽ ചെയ്യുന്നത്. സോ മാർക്കറ്റിൽ ഇന്ന് ഒരു ദിവസം ഒന്ന് ബ്രേക്ക് എടുക്കാം എന്ന് പ്രതീക്ഷിച്ചു. നാളെ എക്സ്പയറി ആണ് സെൻസെക്സിൻ്റെ. സോ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു ഡെയിലി ട്രേഡ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ആ ഒരു ട്രേഡിൽ പോകാം എന്നുള്ളതാണ്
എൻ്റെ തീരുമാനം. സോ നിങ്ങളും കൃത്യമായിട്ടുള്ള SL കീപ്പ് ചെയ്യുക. ഇന്നത്തെ ദിവസമൊക്കെ SL 5 to 10% ഒക്കെയാണ് കൃത്യമായിട്ടുള്ള SL എന്ന് പറയുന്നത്. എക്സ്പയറി ഡേയിൽ അത് വൈഡ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക, കൃത്യമായിട്ട് SL കീപ്പ് ചെയ്യുക. സീരിയസ്ലി നല്ലൊരു SL കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ട്രേഡറായിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. SL ആണ് ഒരാളുടെ ജീവിതത്തിനെ ഓരോ എക്സ്പയറിലേക്കും ഇല്ലെങ്കിൽ ഓരോ ഇയറിലേക്കും നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവുക. SL ഒരിക്കലും മറക്കാതിരിക്കുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.